തമിഴ് സൂപ്പർ താരം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായുള്ള ചിത്രം ജനനായകൻ നേരിടുന്ന സെൻസറിംഗ് പ്രതിസന്ധിയിൽ കടുത്ത പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. തമിഴ് ജനതയുടെ സ്വത്വത്തെയും ശബ്ദത്തെയും അടിച്ചമർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ വിലപ്പോകില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. വാർത്താ വിതരണ മന്ത്രാലയം ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് മനഃപൂർവ്വം തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് രാഹുൽ ആരോപിച്ചു. ഇത് തമിഴ് സംസ്കാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തേണ്ടിയിരുന്ന ചിത്രമായിരുന്നു ഇത്. എന്നാൽ സെൻസർ ബോർഡിൽ നിന്നുള്ള അനുമതി വൈകിയത് തിരിച്ചടിയായി. സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സിംഗിൾ ബെഞ്ച് ചിത്രത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചെങ്കിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഈ ഉത്തരവ് സ്റ്റേ ചെയ്തു. സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും പൊങ്കലിന് മുമ്പ് ചിത്രം റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. ഹൈക്കോടതി ഇനി ജനുവരി 21 ഹർജി പരിഗണിക്കുകയുള്ളൂ. തമിഴ് ജനതയുടെ ശബ്ദത്തെ നിശബ്ദമാക്കാൻ മോദി നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെടും. ജനനായകനെ തടയാനുള്ള നീക്കം തമിഴ് സംസ്കാരത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തമിഴക വെട്രി കഴകം എന്ന പാർട്ടി രൂപീകരിച്ച സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന വിജയുടെ അവസാന സിനിമയാണ് ജനനായകൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ വിവാദത്തിന് കൈവന്നിരിക്കുന്നത്. അതേസമയം ജനനായകൻ പൊങ്കലിന് മുമ്പ് റിലീസ് ചെയ്യാനുള്ള എല്ലാ വഴിയും അടഞ്ഞു. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് വിധിക്കെതിരെ അപ്പീൽ സുപ്രീം കോടതി ഇന്നും പരിഗണിച്ചില്ല. നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ഇന്നലെ അപ്പീൽ ഫയൽ ചെയ്തെങ്കിലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ ഇന്നും കേസ് പരാമർശിച്ചില്ല. നാളെ മകരസംക്രാന്തി കാരണം കോടതിക്ക് അവധിയായതിനാൽ ഇനി മറ്റന്നാൾ കേസ് പരിഗണിക്കാനാണ് സാധ്യത. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് തമിഴ്നാട്ടിൽ പൊങ്കൽ അവധി. കേസിൽ തങ്ങളുടെ ഭാഗം കേൾക്കാതെ ഉത്തരവിറക്കരുതെന്ന് ആവശ്യപ്പെട്ട സെൻസർ ബോർഡും തടസ്സഹർജി നൽകിയിരുന്നു. ഈ മാസം 9 റിലീസ് നിശ്ചയിച്ചിരുന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതോടെയാണ് പ്രതിസന്ധിയിലായത്.